ഷംസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ലോക്ക്ഡൗണിന് മുന്നേ ഓർഡർ ചെയ്തതാണ്, മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്, ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. ഒരു ഗ്ലൂ ഗണ്ണാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആമസോണിൽ നമുക്ക് സെർച്ച് ചെയ്താൽ പലതരത്തിലുള്ള ഗ്ലൂ ഗൺ കാണും. ഇതൊരു ചെറിയ ഗ്ലൂ ഗണ്ണാണ്. ഇതിൻ്റെ വില 169 രൂപയാണ്. ഇതിൻ്റെ ഒപ്പം ഒരു 10 ഗ്ലൂ സ്റ്റിക്കും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഗ്ലൂ സ്റ്റിക്ക് ഞാൻ വേറെ ഓർഡർ ചെയ്തിട്ടില്ല, ഇതിൻ്റെ ഒപ്പമുള്ള ഗ്ലൂ സ്റ്റിക്ക് തന്നെയാണ്. അപ്പോൾ നമുക്കിത് ഇനി വർക്ക് ചെയ്യിച്ച് നോക്കാം. ഈ ഗ്ലൂ ഗണ്ണിൻ്റെ മുകളിൽ തന്നെ അതിൻ്റെ വോൾട്ട് എഴുതിയിട്ടുണ്ട്. 110 240 വോൾട്ടിൻ്റെ ഗ്ലൂ ഗണ്ണാണ്. പിന്നെ അതിന് എങ്ങനെ യൂസ് ചെയ്യാം, ഇത് എന്തിലൊക്കെ യൂസ് ചെയ്യാം എന്നൊക്കെ അതിന് മുകളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഞാൻ ഗ്ലൂ ഗണ്ണിൻ്റെ ആ പാക്കറ്റ് പൊട്ടിച്ചു. അപ്പോൾ അതിൽ ഇതുപോലൊരു ചെറിയ സ്റ്റാൻഡ് വരുന്നുണ്ട്. അത് ഈ ഗ്ലൂ ഗണ്ണിൻ്റെ അറ്റത്തായിട്ട് 2 ഹോൾസ് ഉണ്ട്, അതിലിങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കതൊരു സ്റ്റാൻഡ് പോലെ യൂസ് ചെയ്യാം. നമുക്ക് ഈ ഗ്ലൂ ഗണ്ണിൻ്റെ ഇതിൻ്റെ അകത്തേക്ക് ഈ ഗ്ലൂ സ്റ്റിക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഒരു ഗ്ലൂ സ്റ്റിക്ക് നമ്മൾ എടുക്കുക. എന്നിട്ട് ബാക്കിൽ കാണുന്ന ഈ ഹോൾസിൽ കൂടെ ഈ സ്റ്റിക്ക് ഒന്ന് കടത്തി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഗണ്ണിൻ്റെ ഈ ട്രിഗർ നന്നായി ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് സ്റ്റിക്ക് നന്നായി ഇങ്ങനെ കടത്തി വയ്ക്കുക. ലാസ്റ്റ് അവിടെ അതൊന്ന് ലോക്കാവും, അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ട്രിഗർ വിടാം. ഇപ്പോൾ ഈ ഗ്ലൂ സ്റ്റിക്ക് ഈ ഗ്ലൂ ഗണ്ണിൽ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കത് ഓണാക്കി നോക്കാം. ഇത് പ്ലഗിൽ പ്ലഗ് ഓണാക്കി ഇതുമൊരു സ്വിച്ച് ഉണ്ട്, അത് ഓണാക്കുക. അപ്പോൾ പിന്നെ ഒരു 5 മിനിറ്റോളം വെയിറ്റ് ചെയ്യണം. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ്റെ മുകളിൽ തന്നെ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് അവർ എഴുതിയിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് 5 മിനിറ്റിന് ആയപ്പോഴന്നെ ഇത് ഈ ഗ്ലൂ സ്റ്റിക്ക് ഉരുകി കിട്ടി. അത് ആയിട്ട് നമ്മൾ ഈ ട്രിഗറൊന്ന് പതുക്കെ പ്രസ് ചെയ്യുമ്പോൾ ഗ്ലൂ സ്റ്റിക്ക് ഉരുകി അതിൻ്റെ നോസിൽ കൂടെ വരും. നമുക്കിതുകൊണ്ട് ഈ പൊട്ടിയ മരക്കയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടായ ഈ ഗ്ലൂ സ്റ്റിക്ക് ഞാൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യാണ്. ഇത് നന്നായി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വേഗം തന്നെ ഇത് ഒട്ടിച്ചു കൊടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും, അധികം നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട. അത് ആക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്താലും ഇത് പെട്ടെന്ന് തന്നെ ഫിക്സ് ആയിക്കോളും. മറ്റുള്ള പശ പോലെ അങ്ങനെ അമർത്തി പിടിച്ച് നിൽക്കേണ്ട, വേഗം തന്നെ ഒട്ടിക്കിട്ടിക്കോളും. എനിക്കത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. നമുക്ക് സാധാരണ വല്ല പശയൊക്കെ വെച്ച് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കുറച്ചേരൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത് അത്രയ്ക്കൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, വേഗം തന്നെ ഫിക്സ് ആയിക്കോളും. അപ്പോൾ നമുക്കിത് മരത്തിൻ്റെയാണ്. ഇതിന് മരത്തിലും എല്ലാത്തിലും നന്നായി വർക്ക് ചെയ്യുന്ന അതിൻ്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു പ്ലാസ്റ്റിക്കാണ്. ഇതെൻ്റെ ട്രൈപോഡാണ്. ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് ഇതിലാണ്. ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്ന ട്രൈപോഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെൻ്റെ പൊട്ടിപ്പോയി. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കാണ്. നമുക്ക് ഇതും ഒന്ന് ഫിക്സ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ പൊട്ടിയ ഭാഗത്ത് നന്നായി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേഗം തന്നെ നമുക്ക് സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്യാം. ആവശ്യം കഴിയുമ്പോൾ ഗ്ലൂ ഗണ്ണിൻ്റെ ആ സ്വിച്ച് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. വേഗം തന്നെ ഞാൻ ഈ സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്യാണ്. ഗ്ലൂ ഗണ്ണിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ നമുക്ക് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാം. പിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് നോസിൻ്റെ ഭാഗത്തും ആ ഫ്രണ്ട് ഏരിയയിലും ചൂടുണ്ടാവും. അപ്പോൾ കുട്ടികളുടെ അടുത്തുനിന്ന് പരമാവധി മാറ്റി വയ്ക്കുക. ഒരു തവണ ഗ്ലൂ സ്റ്റിക്ക് അതിൽ ഫിക്സ് ആയാൽ പിന്നെ അത് ഊരേണ്ട ആവശ്യമില്ല. അത് കഴിയുന്നവരെ അത് ഉപയോഗിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു ഗ്ലൂ സ്റ്റിക്ക് നമുക്ക് ഫിക്സ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.